അങ്ങനെ വലിയ മല പോലെയായ ഐസ് ഇപ്പോൾ ഉരുകിത്തുടങ്ങി. സൗഹൃദത്തിന്റെ മഞ്ഞുരുക്കം. ഇന്ത്യ ചൈന ബന്ധം ഭായി ആയില്ലെങ്കിലും ദേശീയ തലസ്ഥാന ഉഭയകക്ഷി ചർച്ച ഒരു നല്ല തുടക്കത്തിന് തന്നെ ആരംഭമായിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ചൈനയും ഇന്ത്യയും സമാധാനപരമായ ബന്ധം നിലനിർത്തിയിരുന്നു. എന്നാൽ 1949 ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചതിനും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ടിബറ്റ് പിടിച്ചടക്കിയതിനും ശേഷം അവരുടെ ബന്ധം വളരെയധികം വ്യത്യസ്തമായിരുന്നു. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുരാതന കാലം മുതലുള്ളതാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര പാതയായിരുന്നു സിൽക്ക് റോഡ്. അങ്ങനെ നയതന്ത്രപരവും സാമ്പത്തികവുമായ സ്വാധീനത്തിലെ വളർച്ച ഇരുവരുടെയും ഉഭയകക്ഷി ബന്ധത്തിന്റെ ദൃഢത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 2008നും 2021നും ഇടയിൽ ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയായിരുന്നു. കൂടാതെ ഇരു രാജ്യങ്ങളും അവരുടെ തന്ത്രപരവും സൈനികവുമായ ബന്ധങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇരു രാജ്യങ്ങളും അവരുടെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഏതാണ്ട് 3 സൈനിക സംഘർഷങ്ങൾ ഇന്ത്യ ചൈന ശത്രുതയിലേക്ക് വഴിതെളിച്ചു വിടുകയായിരുന്നു. 1962, 67, 87 എന്നീ കാലഘട്ടത്തിൽ നടന്ന ഇന്ത്യ ചൈന സംഘർഷങ്ങളായിരുന്നു അവ. എന്നാൽ ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ കഴിഞ്ഞ 9 മാസമായി സമാധാനവും ശാന്തതയും നിലനിൽക്കുന്നു. അതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2020 ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് വഷളായ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ചർച്ച നടത്തിയത്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അതായത് SCO വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഓഗസ്റ്റ് മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചൈന സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഉഭയകക്ഷി ചർച്ച നടന്നത്. അതായിരുന്നു ഈ മഞ്ഞുരുക്കത്തിന് തുടക്കമായത്. അതിർത്തികൾ ശാന്തമാണ്, സമാധാനം നിലനിൽക്കുന്നു, ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതിയുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് അതീവ പ്രാധാന്യവുമുണ്ട്. റഷ്യയിലെ കസാനിൽ കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നടന്ന ചർച്ച ഇരു രാജ്യത്തിനും പ്രയോജനകരമായെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇരു രാജ്യവും തന്ത്രപ്രധാനമായ ആശയവിനിമയം വഴി പരസ്പര വിശ്വാസം കൂട്ടണമെന്നും അതിർത്തി പ്രശ്നം പരിഹരിക്കണമെന്നും മോദിയുടെ സന്ദർശനത്തിന് ചൈന വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നെന്നുമാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പറഞ്ഞത്. അതുമാത്രമല്ല, 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ സന്ദേശവും SCO ഉച്ചകോടിക്കുള്ള ക്ഷണക്കത്ത് മോദിക്ക് കൈമാറി. ഇന്ത്യ ചൈന ബന്ധം ലോകത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും കാരണമാകുമെന്നും മോദി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പരാതി കൂടി ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഇന്ത്യ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര നദിയിൽ ചൈന നടത്തുന്ന വലിയ അണക്കെട്ട് നിർമ്മാണത്തെക്കുറിച്ച് ഇന്ത്യ പരാതി ഉന്നയിച്ചു. നദിയുടെ താഴ്ഭാഗത്ത് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് വളവും അപൂർവ ഭൗമധാതുക്കളും തുരങ്ക നിർമ്മാണത്തിനുള്ള വൻകിട യന്ത്രങ്ങളും നൽകുന്നത് പുനരാരംഭിക്കാൻ ചൈന തയ്യാറാണെന്ന് ചൈന ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലെ സൗഹൃദം ശക്തമാവുകയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ ധാരണയായിട്ടുണ്ട്. അതിർത്തി വ്യാപാരം, കൈലാസ മാനസ സരോവർ തീർത്ഥാടന യാത്രകൾ എന്നിവ തുടരാനും ധാരണയായിട്ടുണ്ട്. നേരിട്ടുള്ള വിമാനയാത്രകൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും മറ്റു സന്ദർശകർക്കും ഇരുഭാഗത്തേക്കും വിസ അനുവദിക്കുന്നതിന് സുഗമമാക്കാനും ധാരണയായിട്ടുണ്ട്. ദോഗ്ലാം സംഘർഷത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഈ വിമാന സർവീസ് അന്ന് നിലച്ചത്. പിന്നാലെ കോവിഡ് മഹാമാരിയും എത്തിയതോടെ ഇത് നീളുകയായിരുന്നു. ലിപുലേഖ് ചുരം, ഷിപ്കി ചുരം, നാഥുല ചുരം എന്നിവയുടെ അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാനും ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ തേടാനും ധാരണയായി. സംഘർഷ സാഹചര്യം ലഘൂകരിക്കുന്നതിന് നയതന്ത്രതല, സൈനികതല ചർച്ചകളും ഇരു രാജ്യങ്ങളും തുടരും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും മെച്ചപ്പെട്ടതുമായ ബന്ധം മേഖലയ്ക്കും ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും നല്ലതാണെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്.